പാലക്കാട് BJP-യും CPM-ഉം തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഇന്നലെ ചർച്ചയിൽ പറഞ്ഞിരുന്നു BJP-യിനുള്ളിൽ കലാപമുണ്ട്, CPM-നുള്ളിൽ കലാപമുണ്ട്. അത് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ റിസൾട്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത്. പ്രിയങ്കരനായ ഷാഫി പറമ്പിലിന്റെ ഏറ്റവും വലിയ ഭൂരിപക്ഷം മറികടന്ന് 18,000-ഓളം മുകളിൽ ഭൂരിപക്ഷത്തിന് പ്രിയപ്പെട്ട രാഹുൽ അവിടെ വിജയിച്ചു കയറി. ഇതൊരു വലിയ സൂചനയാണ്. കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ ഏത് തെരഞ്ഞെടുപ്പിലും വലിയ വിജയം കരസ്ഥമാക്കാൻ സാധിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഐക്യജനാധിപത്യ മുന്നണിയെ ജനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. അതേപോലെ ചേലക്കരയിലെ തോൽവി, ആ തോൽവി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് തോൽവിയായി തന്നെയാണ് ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ അവിടെയുള്ള ജനങ്ങൾ അവഹേളിക്കുവാനോ അതേപോലെ തന്നെ അവിടെയുള്ള ജനങ്ങളെ ബഹുമാനമില്ലാതെ സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുള്ള ഭൂരിപക്ഷത്തിലേക്കാൾ ഞങ്ങൾക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചു. പക്ഷെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 5000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഞങ്ങൾക്ക് ചെറിയ പരാജയം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ആ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലം കൂടി പിടിക്കാവുന്ന തരത്തിലേക്കുള്ള സംഘടനാപരമായിട്ടുള്ള കൃത്യമായിട്ടുള്ള പരിപാടികളുമായി ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകും.